ആരോടും തർക്കിച്ച് ജയിക്കാനല്ല, ആരെയും തർക്കിച്ച് തോൽപ്പിക്കാനുമല്ല. അറിവിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കാര്യം പറയാം. ശബരിമല ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവരുടെ അറിവിലേക്കായിട്ട്, അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. കാരണം ഇത് കലിയുഗമാണ്. ഈ കലിയുഗത്തിന് മുമ്പ് ദ്വാപരയുഗം എന്ന് പറയുന്ന യുഗമുണ്ട്. 8,64,200 വർഷം ദൈർഘ്യം വരുന്ന ദ്വാപരയുഗത്തിന് മുമ്പാണ് ത്രേതായുഗം. ആ ത്രേതായുഗത്തിലാണ് പരശുരാമൻ്റെ പ്രതിഷ്ഠ. പരശുരാമൻ നടത്തിയ പ്രതിഷ്ഠയാണ് ശ്രീധർമ്മശാസ്താവിൻ്റെ ഈ ശബരിമലയിലെ ക്ഷേത്രം. അപ്പോൾ ബുദ്ധൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. കലിയുഗത്തിലെ ബുദ്ധന് ശബരിമലയിൽ ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ ഹൈന്ദവമായിട്ടുള്ള പരശുരാമൻ സൃഷ്ടിച്ച ക്ഷേത്രത്തെ തച്ച് തകർത്തിട്ടായിരിക്കും ബുദ്ധൻ അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ സാധ്യത. അല്ലാതെ പറ്റുമോ? ആ ത്രേതായുഗ കാലഘട്ടത്തിൽ തന്നെയുള്ള ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇതൊക്കെ മറ്റാരുടേതെങ്കിലും ആയിരുന്നു എന്ന് പറയണമെങ്കിൽ അത് എങ്ങനെ ആയി എന്ന് പറയാനുള്ള ബാധ്യതയും ഈ വാദം ഉന്നയിക്കുന്നവർക്കുണ്ട്. അറിവിലേക്കായിട്ടാണെങ്കിൽ ഇതാണ് സത്യം. ശ്രീരാമചന്ദ്രൻ്റെ ത്രേത സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിട്ട് പരശുരാമൻ ഭാർഗവ നിലയം എന്ന് പറയുന്ന ഈ ക്ഷേത്രഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമല ശ്രീധർമ്മശാസ്താവ് ത്രേതായുഗം മുതലുള്ളതാണ്. ശാസ്താവിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞാൽ ത്രേതായുഗം മുതലുള്ളതാണ്. കലിയുഗത്തിലുള്ള ബുദ്ധനുമായിട്ട് അതിനെന്താണ് ബന്ധം? നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക. ആരെയും പറഞ്ഞ് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അറിവിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പറഞ്ഞു എന്ന് മാത്രം.